ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ CSSൻ്റെ ടൈപ്സിനെ കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നല്ലേ. CSS എങ്ങനെ, ഏതൊക്കെ തരത്തിലുള്ള CSS ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്റേണൽ CSS, എക്സ്റ്റേണൽ CSS, ഇൻലൈൻ CSS, അങ്ങനെ 3 തരത്തിലുള്ള CSSനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് റെസ്പോൺസീവ് ഡിസൈൻ എന്താണെന്നുള്ളത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് റെസ്പോൺസീവ് ഡിസൈനെ കുറിച്ചാണ്. റെസ്പോൺസീവ് ഡിസൈൻ എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ റെസ്പോൺസീവ് ഡിസൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പണ്ടൊക്കെ ഉള്ള ഒരു വെബ്സൈറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനകത്ത് നമ്മളിപ്പോൾ വെബ്സൈറ്റിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലെ ഫുള്ള് കണ്ടന്റ് നമുക്ക് കാണണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, ഇപ്പോൾ മൊബൈൽ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഫുൾ സ്ക്രീനിൽ വരും. നമുക്ക് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഒന്നും സ്ക്രോൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ആ വെബ്സൈറ്റ് നമ്മൾ മൊബൈലിലാണ് ഓപ്പൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂം ചെയ്യേണ്ടതായിട്ടും അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടൊക്കെ സ്ക്രോൾ ചെയ്ത് നോക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും അല്ലേ. പണ്ടത്തെയൊക്കെ വെബ്സൈറ്റുകൾ നിങ്ങൾ പഴയ ഓരോ സൈറ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതേസമയത്ത് നമ്മുടെ പുതിയ വെബ്സൈറ്റുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്യാതെ തന്നെ താഴോട്ടും മുകളിലോട്ടും മാത്രമുള്ള സ്ക്രോളേ ഉള്ളൂ. അല്ലാതെ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഫോണ്ട് കാണാത്ത രീതിയിൽ ചെറുതായിരിക്കുക, അത് നമ്മൾ സൂം ചെയ്ത് നോക്കേണ്ട ആവശ്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും ഇപ്പോഴത്തെ വെബ്സൈറ്റുകൾക്ക് വരാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് അതിനെ റെസ്പോൺസീവ് ആക്കി മാറ്റുക ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ അനുസരിച്ച് നമ്മുടെ ഡിവൈസ് ഏതാണോ അതിൻ്റെ റെസൊല്യൂഷൻ അനുസരിച്ച് ആ സ്ക്രീനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന രീതിയിലാണ് നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോർമൽ വെബ്സൈറ്റിനെ ബൂട്ട് സ്ട്രാപ്പ് യൂസ് ചെയ്യുന്നതിലൂടെ റെസ്പോൺസീവ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു നോർമൽ വെബ്സൈറ്റിനെ റെസ്പോൺസീവ് ആക്കാനായിട്ടാണ് നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എന്താ പറയുക, നോർമൽ HTML കുറിച്ചും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ CSSൻ്റെ ടൈപ്സൊക്കെ നോക്കിയില്ലേ. അപ്പോൾ നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്നതും ഒരു CSS ആൻഡ് JS ആണ്. ഒരു CSS ഫയലും ഉണ്ടാവും, ഒരു JS ഫയലും ഉണ്ടാവും ബൂട്ട് സ്ട്രാപ്പിന്. അതിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ, അതായത് ഇൻബിൽഡ് ആയിട്ടുള്ള കുറേ CSS ക്ലാസ്സുകൾ, ബൂട്ട് സ്ട്രാപ്പിൻ്റെ CSS ക്ലാസ്സുകൾ നമ്മൾ യൂസ് ചെയ്യാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു നോർമൽ പ്രോജക്റ്റിൽ എങ്ങനെയാണ് ബൂട്ട് സ്ട്രാപ്പ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്ന ഫയല് ആദ്യം നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരണം അല്ലേ, നമ്മുടെ പ്രൊജക്റ്റിലോട്ട് കൊണ്ടുവരണം. ഞാനിവിടെ ഓൾറെഡി ബൂട്ട് സ്ട്രാപ്പിൻ്റെ CSS ആൻഡ് JS ഫയലിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഡൗൺലോഡ് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ബൂട്ട് സ്ട്രാപ്പിൻ്റെ സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ബൂട്ട് സ്ട്രാപ്പ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് 4 ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 3 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ബൂട്ട് സ്ട്രാപ്പ് 3 നോക്കാം. അതിന് ശേഷം നമുക്ക് ബൂട്ട് സ്ട്രാപ്പ് 4ഉം അത് തമ്മിൽ എന്താ ഡിഫറൻസ്, എന്തൊക്കെ പ്രോപ്പർട്ടീസിലാണ്, എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഒരു JS ഫയൽ ഉണ്ടാവും, CSS ഉണ്ടാവും. ബൂട്ട് സ്ട്രാപ്പ് മിന്ന്, ഇത് ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഒരു CSS ഫയലാണ് ഈ കാണുന്നത്. ഇത് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ CSS ഫയലിനോട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തു. ഇത് മിനിഫൈ ചെയ്ത വേർഷനാണ്. ബൂട്ട് സ്ട്രാപ്പ് മിന്നെന്ന് ഉദ്ദേശിക്കുന്നത് മിനിഫൈ ചെയ്ത വേർഷനാണ് മിന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് JS ഫയൽ എടുത്തു, കോപ്പി ചെയ്തു. നമുക്കിവിടെ നമ്മുടെ പ്രൊജക്റ്റിൽ വന്ന് JSനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആ JSനെ ബൂട്ട് സ്ട്രാപ്പ് JSനെ ഇതിനകത്തേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്തു. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം അല്ലേ. ഇവിടെ റെഫർ ചെയ്യണം. റെഫർ ചെയ്താൽ മാത്രമേ അതിൻ്റെ ആക്സസ് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ബൂട്ട് സ്ട്രാപ്പിൻ്റെ CSS റെഫർ ചെയ്യാം. ലിങ്ക് REL സ്റ്റൈൽ ഷീറ്റ്
css/bootstrap.css. അതിനുശേഷം സ്ക്രിപ്റ്റിനെ നമുക്ക് സ്റ്റൈലുകളെല്ലാം ലോഡ് ചെയ്ത ശേഷം സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യാം. സ്ക്രിപ്റ്റ് src ഈക്വൽ ടു സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യുന്ന ഫോർമാറ്റ് ഇങ്ങനെയാണ്. സ്ക്രിപ്റ്റ് src ഈക്വൽ ടു ഇപ്പോൾ നമ്മുടെ ഫോൾഡർ ഏതാ, JS ഫോൾഡറിനകത്ത് ബൂട്ട്സ്ട്രാപ്പ്, അതിൻ്റെ ടൈപ്പ് text/javascript എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇത്രയും കൊടുത്തു അല്ലേ. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സുകളുടെ എല്ലാ ആക്സസും ഇങ്ങോട്ട് കിട്ടും. ഇനി നമുക്ക് ആവശ്യാനുസരണം ബൂട്ട്സ്ട്രാപ്പിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് കളയാം. എന്നിട്ട് എന്ത് ചെയ്യാം, ബൂട്ട്സ്ട്രാപ്പിൻ്റെ ക്ലാസ്സുകൾ യൂസ് ചെയ്ത് എങ്ങനെയാണ് എഴുതാന്നുള്ളത് നോക്കാം അല്ലേ. ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ നോക്കാം. ഇതിലൊരു ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴും ഡിവിഷൻ ടാഗ് യൂസ് ചെയ്തിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവിഷൻ ടാഗ് ക്ലാസ് ഈക്വൽ ടു കണ്ടെയ്നർ എന്ന് പറയുന്നത് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒരു ക്ലാസ്സാണ്. ആ കണ്ടെയ്നറിനകത്ത് നമ്മൾ h1 എന്ന് പറയുന്ന ടാഗിനകത്ത് നമ്മൾ ഒരു ലോഗിൻ എന്ന് പറയുന്നൊരു ഹെഡർ എഴുതി. നമുക്കതൊന്ന് റണ്ണിങ് നോക്കാം. ലോഗിൻ എന്നുള്ളത് വന്നിട്ടുണ്ടല്ലേ. നമ്മൾ ഈ ലോഗിൻ എന്നുള്ളത് മുന്നേ കണ്ടെയ്നർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടെയ്നർ ഒന്ന് ഒഴിവാക്കി നോക്കാം എന്താ വ്യത്യാസം എന്നുള്ളത്. കണ്ടെയ്നർ ഒഴിവാക്കിയപ്പോൾ എന്താ, ഇത് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയില്ലേ. അപ്പോൾ ആ മാർജിൻ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഉള്ള ആ മാർജിൻ കിട്ടാനായിട്ടാണ് നമ്മൾ ആ കണ്ടെയ്നർ എന്ന് പറയുന്ന ക്ലാസ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടെയ്നർ എന്നുള്ളത് അവിടെ കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് റോ കോളൻ ബി എന്ന് പറയുന്ന രണ്ട് സംഭവങ്ങളാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. അതായത് റോയും കോളൻ ബിയും. അപ്പോൾ റോ എന്താ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അതിനെയാണ് നമ്മൾ റോ എന്ന് പറയാം അല്ലേ. അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ടുള്ളതാണ് കോളം. അപ്പോൾ റോയും കോളവും. അപ്പോൾ അതിനായിട്ടുള്ള ക്ലാസ്സാണ് div ക്ലാസ് ഈക്വൽ ടു. അതെന്തിനാണെന്ന് ഞാൻ പറയാം. നമ്മൾ കോഡ് ചെയ്ത ശേഷം അത് എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം. div ക്ലാസ് ഈക്വൽ ടു $6 എന്നുള്ളതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ലോഗിൻ എന്നുള്ളതിന് കൊടുത്തു അല്ലേ. അപ്പോൾ എന്തായി, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇതെന്ത് ചെയ്തിരിക്കുക, നമ്മൾ ഇതിൻ്റെ മൊത്തം ഈ സ്ക്രീനിൻ്റെ മൊത്തം വിഡ്ത്ത് എന്ന് പറയുന്നത് 12ആണ്. അപ്പോൾ അതിൽ പകുതി ഭാഗത്ത് നമ്മൾ ലോഗിൻ എന്നുള്ള എഴുതി. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് നമുക്ക് ഇതിനൊരു ക്ലാസ്സിനകത്ത്, ഒരു ഡിവിനകത്ത്, ഒരു ക്ലാസ്സിനകത്ത് എഴുതാം. അപ്പോൾ div ക്ലാസ് ഈക്വൽ ടു ഒരു ബോക്സ് ലോഗിൻ ബോക്സ് എന്നുള്ളൊരു ക്ലാസ് നമ്മൾ കൊടുത്തു. അതിനകത്ത് അതിനെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഈ ലോഗിൻ ബോക്സിന് നമുക്ക് കുറച്ച് ഒരു സ്റ്റൈൽ എഴുതും. ഒരു ബോക്സ് വരാനുള്ള സ്റ്റൈൽ നമുക്ക് എഴുതാം. അപ്പോൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡോട്ട് ലോഗിൻ ബോക്സ് എന്നുള്ളത് നമ്മൾ എഴുതി. അതിനകത്തൊരു ബോർഡർ ഇട്ടു. ബോർഡർ സോളിഡ് 1 പിക്സൽ കളർ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ഒരു കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് നമ്മളൊരു കളർ കൊടുത്തു അല്ലേ. എന്നിട്ട് അതൊന്ന് റണ്ണിങ് നോക്കാം. എന്തായി, ഒരു ബോക്സ് വന്നു അല്ലേ. ഇതിപ്പോൾ എന്താ, ഇതിന് നേരെ പകുതി, ഇവിടം തൊട്ട് ഇവിടം വരെ 12 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പകുതിയിലാണ് ഈ ലോഗിൻ എന്ന് പറയുന്നത് ആ ബോക്സ് പോന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള സ്പേസിൽ നമുക്ക് ആ 6 അതുപോലെ തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. അപ്പോൾ എന്തായി, ബാക്കിയുള്ള സ്പേസിൽ ലോഗിൻ എന്നുള്ളതിൻ്റെ അടുത്ത ബോക്സ് വന്നു അല്ലേ.
അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ടാണ്. ആ മൊത്തം വിഡ്ത്ത് 12 അപ്പോൾ 6 വെച്ച് കൊടുത്തപ്പോൾ എന്തായി, 2 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയില്ലേ. ഇനി നമുക്ക് 4 വെച്ച് കൊടുത്ത് നോക്കാം. അപ്പോൾ 4 വെച്ച് കഴിഞ്ഞാൽ എന്താവും, കുറച്ച് ചെറുതായില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബോക്സ് കൂടെ വയ്ക്കാം അല്ലേ. അതേ റോയിൽ തന്നെ ഒരു ബോക്സ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എന്തായി, 3 ബോക്സ് ആയില്ലേ. അങ്ങനെ ഇതിപ്പോൾ 12നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 വരും. അപ്പോൾ 4 വെച്ചിട്ടുള്ള 3 സെക്ഷൻസ് ആക്കി തിരിക്കാം. ഇനി നമുക്ക് 3 വെച്ച് തിരിക്കുകയാണെങ്കിലോ, കോളംബി 3 ആക്കുകയാണെങ്കിലോ, 3 ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എത്ര സെക്ഷൻസ് ആക്കാൻ പറ്റും, ഒരു സെഷനും കൂടെ ആഡ് ചെയ്യാം അല്ലേ. 4 സെഷൻ ആഡ് ചെയ്യാം. ഇനി ഇത് 2 ആക്കുകയാണെങ്കിലോ, 2 ആക്കുകയാണെങ്കിൽ എത്ര സെഷൻ ആക്കാം, 6 സെഷൻ ആക്കാം അല്ലേ. അങ്ങനെ 1 ആക്കുകയാണെങ്കിലോ നമുക്ക് 12 സെഷൻ ആക്കാം. അങ്ങനെ ഇതിന് എത്ര സെക്ഷൻസ് വേണമെങ്കിലും ആക്കി നമുക്ക് തിരിക്കാൻ പറ്റും. നമുക്ക് അടുത്തൊരു ഇതിൽ നോക്കാം. അടുത്തൊരു റോയ്ക്കകത്ത് ഇതിവിടെ റോ സ്റ്റാർട്ട് ചെയ്തു, ആ റോ നമ്മൾ മിനിമൈസ് ചെയ്തു. അടുത്ത വേറൊരു റോ സ്റ്റാർട്ട് ചെയ്തു, ഇത് ക്ലാസ് ഈക്വൽ ടു റോ. അതിനകത്ത് എന്ത് ചെയ്തു, ഈ കോളംബി 6 6. ഒരിക്കലും റോ സ്റ്റാർട്ട് ചെയ്ത് കോളംബി ചെയ്തരുത്, അത് മാർജിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കും. അപ്പോൾ എപ്പോഴും റോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കോളംബി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. എന്തായി, ലോഗിൻ എന്നുള്ളത് 2 വന്നു അല്ലേ ഇവിടെ. നമുക്കതിന് മൊത്തത്തിലൊരു മാർജിൻ കൊടുക്കാം. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ പറ്റും. മാർജിൻ ടോപ്പ് ഒരു 50 പിക്സൽ കൊടുക്കാം. ഇപ്പം എന്തായി, ഇവിടെ നമ്മൾ 3 വെച്ച് 4 എഴുതി. ഇവിടെ നമ്മൾ 6 വെച്ച് 2 എഴുതി അല്ലേ. ഇനി നമുക്കൊരു പണി ചെയ്യാം. ഇതുപോലെ തന്നെ അടുത്തൊരു റോയ്ക്കകത്ത് ഈ റോ ഞാൻ മിനിമൈസ് ചെയ്തു, അടുത്തൊരു റോ സ്റ്റാർട്ട് ചെയ്തു, അല്ലേ. അതിനകത്ത് ഞാൻ ഈ ലോഗിനെ കൊണ്ടിട്ടു. എന്നിട്ട് ഞാൻ ഇതിനെ 4 ആക്കി, വീണ്ടും ഒരു 4 കൂടെ കൊടുത്തു. ഈ 4നെ ഞാൻ കോപ്പി ചെയ്ത് താഴോട്ടിട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു, 3 വന്നു അല്ലേ. അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു റോയെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഞാനിവിടെ കണ്ടെയ്നർ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ നമുക്ക് മാർജിൻ കുറവ് മതിയെന്നുണ്ടെങ്കിൽ കണ്ടെയ്നർ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ക്ലാസ് യൂസ് ചെയ്യാം. അപ്പം എന്തായി, കുറച്ച് മാർജിൻ കുറച്ച് കൂടി കിട്ടിയില്ലേ. അതായത് മാർജിൻ്റെ സൈസ് കുറഞ്ഞ് കിട്ടി. അപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ബേസിക്കായിട്ട് ഒരു കൺസെപ്റ്റ്. ഇനി നമുക്കിതിന് മൊബൈൽ ഡിവൈസിൽ നമുക്ക് നോക്കാം. മൊബൈലിൽ എന്താവും, റെസ്പോൺസീവ് എന്ന് പറഞ്ഞില്ലേ, സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യം വരില്ല. എങ്ങനെ റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യം വരില്ല എന്ന് ഞാൻ പറഞ്ഞു. മൊബൈൽ സ്ക്രീനിലാകുമ്പോൾ എന്തായി, ആ ലോഗിനെല്ലാം താഴോട്ടായി അല്ലേ. എല്ലാ ലോഗിനും ഇങ്ങനെ താഴോട്ടായി. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു ആവശ്യം ഉണ്ടാവും, ഈ ലോഗിൻ എന്നുള്ളത് ഈ സ്ക്രീനിൽ 4 വേണം, അതുപോലെ തന്നെ മൊബൈൽ സ്ക്രീനിൽ 4 വേണം എന്നുള്ളത്. അപ്പോൾ മീഡിയം സ്ക്രീനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ കോൾ MD യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. മൊബൈൽ സ്ക്രീനിൽ അതുപോലെ തന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കോൾ എക്സസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. കോൾ എക്സസ് 3 വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തെല്ലാം കോൾ MD 3 കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്തു, കോൾ എക്സസ് 3 എന്നുള്ളത് കൊടുത്തു. അപ്പോൾ എങ്ങനെയായി, ആ സ്ക്രീനിൽ അങ്ങനെ വന്നു അല്ലേ, 4 വന്നു. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ മൊബൈൽ സ്ക്രീനിൽ കോൾ MD 6 വെച്ച് വരുന്ന പോലെ ഡെസ്ക്ടോപ്പിൽ 4 വെച്ച് വരുന്ന പോലെ ആക്കാം. അപ്പോൾ എന്തായി, ഇതിൽ ഡെസ്ക്ടോപ്പിൽ 4 വെച്ചും കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും. ഒരു പണിയാം, താഴെ അത് കളയാം. ഇപ്പം എന്തായി, ഡെസ്ക്ടോപ്പിൽ ഒരു റോയിൽ 4, മൊബൈൽ സ്ക്രീനിലാവുമ്പോൾ ഒരു റോയിൽ 2 വെച്ചല്ലേ, 1 2 3 4 അങ്ങനെ 2 ആക്കിയിട്ട് നമുക്ക് വെക്കാം. ഇനിയിപ്പോൾ ആണെങ്കിൽ
നമുക്കിപ്പോൾ മൊബൈൽ സ്ക്രീനിൽ നമുക്ക് ഓരോ റോ ആയിട്ട് മതി എന്ന് വയ്ക്കാം. ഈ കോൾ എക്സസ് എന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് അതിനറിയാം ഒരു റോയിൽ ഒരു ബോക്സ് വെച്ച് മതി എന്നുള്ളത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഒരു റോയിൽ ഒരു ബോക്സ് വെച്ച് വരും. ഓക്കെ, ഇവിടെ 4 ബോക്സ് വെച്ചും വരും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റോ കോളം ഡി എന്ന് പറയുന്ന ബേസിക് ആണിത്. അപ്പോൾ ഇതാണ് നമ്മൾ എല്ലാ ഭാഗത്തും യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്, റോയും കോളം ഡി. പിന്നെ കണ്ടെയ്നർ ഫ്ലൂയിഡ്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊരു ലോഗിൻ ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ലോഗിൻ ബോക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതെല്ലാം കളഞ്ഞു നമുക്കൊരു 6 ഒരു ലോഗിൻ ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. കോളം ഡി 6 ഒരു ലോഗിൻ ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കോളം ഡി 6 കൊടുത്തു. അതിനകത്ത് നമുക്ക് എന്ത് വേണം, ലോഗിനുള്ളൊരു ഹെഡർ കൊടുത്തു അല്ലേ. അതിനകത്ത് വേണം എന്ത് വേണം, ഒരു പേര് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഇൻപുട്ട് ബോക്സ് വേണം. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. എന്ത് ടൈപ്പാണ്, ടെക്സ്റ്റ് ആണല്ലേ. അതിനൊരു ക്ലാസ് ഉണ്ട്. നമുക്ക് ഇൻപുട്ട് ബോക്സിനെ റെസ്പോൺസീവ് ആക്കാനായിട്ടുള്ള ക്ലാസ് ആണ് ഇൻപുട്ട് ടൈപ്പ് ക്ലാസ് ഈക്വൽ ടു ഫോം കൺട്രോൾ. ഫോം കൺട്രോൾ എന്ന് പറയുന്ന ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഇൻപുട്ട് ബോക്സ് നമുക്ക് ഇതിന് പാഡിങ് കൊടുക്കാം. കുറച്ച് മാർജിൻ കിട്ടാനായിട്ട് പാഡിങ് ഒരു 50 പിക്സൽ. എന്തായി, ലോഗിനുള്ളൊരു ഹെഡർ വന്നു. അതുപോലെ തന്നെ അതിൻ്റെ താഴെ യൂസർ നെയിം ടൈപ്പ് ചെയ്യാനുള്ളൊരു ഇൻപുട്ട് ബോക്സ് വന്നു. ഞാനത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലേസ് ഹോൾഡർ കൊടുക്കാം. പ്ലേസ് ഹോൾഡർ യൂസർ നെയിം എന്നുള്ളത് കൊടുത്തു. എന്തായി, അതിനകത്ത് എന്താ ടൈപ്പ് ചെയ്യണമെന്നുള്ള പ്ലേസ് ഹോൾഡർ തോന്നുന്നില്ലേ. ഇനി അതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലേബൽ ടാഗിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേബലിനകത്ത് യൂസർ നെയിം എന്നുള്ളത് കൊടുക്കാം. യൂസർ നെയിം എന്നുള്ളത് കൊടുത്തു. എന്തായി, യൂസർ നെയിം എന്നുള്ളത് തോന്നുന്നു അല്ലേ. നമുക്കതിന് താഴെ അടുത്തൊരു ലേബലിനകത്ത് പാസ്വേഡ് എന്നുള്ളത് കൊടുക്കാം. പാസ്വേഡ് എന്നുള്ളത് കൊടുത്തു. അതിൻ്റെ താഴെ ഒരു ഇൻപുട്ട് ബോക്സിനകത്ത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു എന്താ, പാസ്വേഡ് ആണല്ലോ. അപ്പോൾ പാസ്വേഡ് എന്ന് കൊടുക്കാം. ക്ലാസ് ഈക്വൽ ടു ഫോം കൺട്രോൾ പ്ലേസ് ഹോൾഡർ പാസ്വേഡ്. പ്ലേസ് ഹോൾഡർ കൊടുക്കണം നിർബന്ധമില്ല, കൊടുക്കാതെയും ചെയ്യാം. അപ്പോൾ യൂസ് നെയിം പാസ്വേഡ് രണ്ടും വന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യാനായിട്ട് ഒരു ബട്ടൺ വെക്കണം അല്ലേ. ബട്ടൺ എന്താ ക്ലാസ്, ബട്ടൺ എന്ന് പറയുന്ന ടാഗ് ക്ലാസ് ഈക്വൽ ടു BTN. ബട്ടനെ റെസ്പോൺസീവ് ആക്കാനായിട്ട് നമ്മൾ BTN എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, സൈൻ അല്ലെങ്കിൽ ലോഗിൻ കൊടുത്തു അല്ലേ. ലോഗിൻ എന്നുള്ളത് കൊടുത്തു. ലോഗിൻ എന്നുള്ള ബട്ടൺ വന്നു അല്ലേ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ബട്ടന് കളേഴ്സ് കൊടുക്കാം. അപ്പോൾ ഇതിൽ തന്നെ ഡീഫോൾട്ടായിട്ട് ബൂട്ട്സ്ട്രാപ്പിൽ തന്നെ ബട്ടൺ കളേഴ്സ് ഉണ്ട്. BTN സക്സസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഗ്രീൻ കളർ ബട്ടൺ വരും. അതുപോലെ തന്നെ BTN ഡേഞ്ചർ, BTN പ്രൈമറി, അങ്ങനെ പല കളറിലുള്ള ബട്ടൺസ് ഉണ്ട്. അപ്പോൾ തൽക്കാലം BTN ഡേഞ്ചർ എന്നുള്ള ബട്ടൺ കൊടുത്തു അല്ലേ. പിന്നെ ആപ്പിൻ്റെ ആപ്പ് ഇടാം, ഒരു ബ്രേക്ക് ടാഗ് ഇടാം. അതിന് ബ്രേക്ക് ആഡ് ചെയ്യാം. ഇവിടെ അല്ല, അതെ കുറച്ച് ഇറങ്ങി വന്നു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ വയ്ക്കാം അല്ലേ. അതിനായിട്ടൊരു ആങ്കർ ടാഗിനകത്ത് തൽക്കാലം ഹാഷ് ഇടാം. ലിങ്ക് നമുക്ക് പിന്നീട് കൊടുക്കാം. ഫോർഗോട്ട് പാസ്വേഡ് നല്ല കൊടുത്തു. പക്ഷേ ഇതെന്തായി, ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളതാണ് അല്ലേ. പിന്നീട് ഒരു ബ്രേക്ക് ടാഗ് വാങ്ങിയിട്ട് കൊടുക്കാം. എന്തായി വന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ലോഗിൻ ഫോം ക്രിയേറ്റ് ചെയ്യാം. ഈ ബ്രേക്ക് ടാഗ് കൂടെ വേണമെങ്കിൽ സിമ്പിളായിട്ട് നമ്മളൊരു ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ലോഗിൻ ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ.
അപ്പോൾ ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പം നമ്മൾ റെസ്പോൺസീവ് ആക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തത്, നമ്മുടെ കണ്ടെയ്നറിൻ്റെ കാര്യം എന്താണെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടെയ്നർ മാർജിൻ കിട്ടാനായിട്ടാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും റോ വെച്ചിട്ടായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. റോ യൂസ് ചെയ്യാതെ റോ ഓപ്പൺ ചെയ്യാതെ കോളംടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ റോയ്ക്കകത്ത് നമ്മൾ എന്ത് ചെയ്തു, കോളംടി 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 12 ആണ്. അതിനെ 2 ഡിവൈഡ് ചെയ്യാനായിട്ട് കോളംടി 6 നമ്മൾ യൂസ് ചെയ്തു അല്ലേ. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു H1 ടാഗിനകത്ത് ലോഗിൻ എന്നുള്ളത് കൊടുത്തു. അതുപോലെ തന്നെ ലേബൽ, അതിന് ലേബലായിട്ട് യൂസർ നെയിം എന്നുള്ളത് കൊടുത്തു. ഇൻപുട്ട് ടൈപ്പ് ടു ടെക്സ്റ്റ് ടൈപ്പാണ്. അതുപോലെ തന്നെ ആ ഇൻപുട്ട് ബോക്സിനെ റെസ്പോൺസീവ് ആക്കാനായിട്ട് നമ്മൾ ഫോം കൺട്രോൾ എന്ന് പറയുന്ന ബൂട്ട്സ്ട്രാപ്പിൻ്റെ ക്ലാസ് യൂസ് ചെയ്തു. അതുപോലെ തന്നെ പാസ്വേഡ് കൊടുത്തു. പാസ്വേഡ് ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് കൊടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസ് അതിനും റെസ്പോൺസീവ് ആക്കാനായിട്ട് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഫോം കൺട്രോൾ എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ആങ്കർ ടാഗിനകത്ത് ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. ബട്ടൺ ടാഗിനകത്ത് നമ്മൾ ബട്ടനെ റെസ്പോൺസീവ് ആക്കാനായിട്ട് BTN എന്ന് പറയുന്ന ക്ലാസ് ബട്ടൺ റെസ്പോൺസീവ് ആക്കാനായിട്ട് BTN എന്ന് പറയുന്ന ക്ലാസ് യൂസ് ചെയ്തു. അതുപോലെ തന്നെ അതിന് കളർ കൊടുക്കാനായിട്ട് ബൂട്ട്സ്ട്രാപ്പിന് തന്നെ ഡീഫോൾട്ട് ആയിട്ടുള്ള കളേഴ്സ് കൊടുക്കാനായിട്ട് BTN ഡേഞ്ചർ എന്ന് പറയുന്ന ക്ലാസ് യൂസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഇതിൽ ചെയ്തിരിക്കുന്നത്.